മന്തിയേക്കാൾ കൂടുതൽ മയോണൈസ് ഫാനായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ? എന്നാൽ എൻ്റെ വീട്ടിലുണ്ട് ട്ടോ. വേറെ ആരുമല്ല, എൻ്റെ മമ്മി തന്നെ. ഹെൽത്ത് മുഖ്യമായതുകൊണ്ട് തന്നെ പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചാണ് ഞങ്ങളെപ്പോഴും മയോണൈസ് ഉണ്ടാക്കാറുള്ളത്. പച്ചമുട്ടയ്ക്ക് പകരം ബോയിൽഡ് എഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി മാത്രമല്ല, നല്ല തിക്ക് ക്രീമി മയോണൈസും കിട്ടും. ഇനി കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. മമ്മിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പുഴുങ്ങിയ മുട്ടകളാണ് ട്ടോ. അത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിടും. നമ്മൾ എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ടാണ് ട്ടോ ഇടുന്നത്. അതിൻ്റെ മഞ്ഞക്കരുവൊന്നും നമ്മൾ ഇതിൽ റിമൂവ് ഒന്നും ചെയ്യുന്നില്ല. ഇതിലോട്ട് നമ്മളിനി വെളുത്തുള്ളി ആഡ് ചെയ്യും. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് കുറച്ച് വിനാഗിരിയും ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് തിക്കായിട്ടുള്ള മയണൈസ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. മയണൈസ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരേ ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ. ബോയിൽഡ് എഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ തിക്കും ക്രീമി ആയിട്ടുള്ള മയണൈസ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മയണൈസ് ലവേഴ്സിന് ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.